ചൂട് കനക്കുന്നതിനിടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയും രൂക്ഷമാവുകയാണ്. അപ്രഖ്യാപിത പവർ കട്ട് പതിവാകുന്നത് വലിയ തിരിച്ചടിയാണ് ജനങ്ങൾക്ക്. അപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ നൽകിയ അനുമതിയിൽ KSEBക്ക് ആശങ്കയുണ്ട്. ദീർഘകാല കോൺട്രാക്ട് വ്യവസ്ഥയിൽ വൈദ്യുതി വാങ്ങാനുള്ള അനുമതിയാണ് KSEB തേടിയിരുന്നത്. പക്ഷേ അത് റെഗുലേറ്ററി കമ്മീഷൻ അങ്ങനെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. റിനു ശ്രീധർ വിവരങ്ങൾ വെച്ചു. റിനു, ഗുഡ് മോർണിംഗ്. ഇത് ലോഡ് ഷെഡിംഗ് ആണോ, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കാലം, പവർ കട്ട് ഇല്ലാത്ത കാലമാണോ ഇല്ലയോ എന്ന വാദങ്ങൾക്കൊക്കെ അപ്പുറം അത് നിയന്ത്രണമാണോ, എന്താണ് 11 kV മൊത്തം ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാകുന്ന ചില ക്രമീകരണമാണോ? എന്താണെങ്കിലും ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വരെ പല പ്രദേശങ്ങളിലും വൈദ്യുതി മുടങ്ങുന്നത് രാത്രികാലങ്ങൾ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലെ വല്ലാത്തൊരവസ്ഥയാണ്. റിനു, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, അമൃത, എന്തായാലും സംസ്ഥാനത്ത് വെന്തുരുകുന്ന വേനൽ ചൂടിനൊപ്പം വൈദ്യുതി തടസ്സം വല്ലാണ്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്ക് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. റെഗുലേറ്ററി കമ്മീഷൻ യൂണിറ്റിന് 10 രൂപ നിരക്കിൽ 15-ാം തീയതി വരെ ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനുള്ള ഒരു അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ KSEBക്ക് ആശങ്കയുമുണ്ട്, അതിൽ സംശയമില്ല. ഈ പീക്ക് സമയത്ത് അമിതമായിട്ടുള്ള വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഒപ്പം ഈ പുറത്തു നിന്നുള്ള വൈദ്യുതിയിൽ ആ വൈദ്യുതിയുടെ വരവിൽ കുറവ് അനുഭവപ്പെട്ടു. ഇതൊക്കെ തന്നെ വല്ലാണ്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ അപ്രഖ്യാപിത ഒരു ലോഡ് ഷെഡിംഗ് ആണ്. അത് ലോഡ് ഷെഡിംഗ് അല്ല, അത് ലോഡ് നിയന്ത്രണമാണ് എന്നുള്ളതാണ് KSEB വിശദീകരണമായി തന്നെ നൽകുന്നത്. പക്ഷേ വലിയ ബുദ്ധിമുട്ട് ഏറ്റവും പ്രധാനം ഈ പ്രാദേശിക മേഖലകളിലാണ്. വൈദ്യുതി ഇന്നലെ ചില ഇടങ്ങളിൽ ഏകദേശം 2 മണിക്കൂറോളം വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ KSEB ഓഫീസുകളിലേക്ക് ഈ ഉപഭോക്താക്കൾ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരാതിയായി ഉയർന്നു വരുന്ന കാര്യം. അവർ പറയുന്നത് ഒരു മുന്നറിയിപ്പ് സാധാരണഗതിയിൽ KSEB തരാറുണ്ടായിരുന്നു, ഇത്ര സമയത്ത് വൈദ്യുതി മുടങ്ങുമെന്നുള്ളത് മെസ്സേജായി നൽകാറുണ്ട്. പക്ഷേ നിലവിൽ അത്തരമൊരു മുന്നറിയിപ്പില്ല. വീട്ടിൽ കുട്ടികളുമായൊക്കെ തന്നെ അല്ലെങ്കിൽ മുതിർന്ന സുഖമില്ലാത്തവരുമൊക്കെ തന്നെ കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രി 12 മണിയോടുകൂടി 11 മണിക്ക് ശേഷമൊക്കെ തന്നെ 2-3 മണിക്കൂർ വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെയൊക്കെയാണ് മുടങ്ങിയിരുന്നതെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ തന്നെ 2 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് KSEBയുടെ വിശദീകരണം അവർ പറയുന്നത് ഈ ട്രാൻസ്ഫോമറൊക്കെ തന്നെ അമിതമായിട്ടുള്ള ലോഡ് വരുന്നതിനാൽ അത് കത്തിനശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തകരാറുകളുണ്ട്, അത് പരിഹരിക്കുന്നതാണ്. പക്ഷേ ജനങ്ങൾ പറയുന്ന ശരി, നിങ്ങളത് പരിഹരിച്ചോട്ടെ, പക്ഷേ നിങ്ങളുടെ നമ്പറിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ആ ഫോൺ ഒന്ന് എടുത്തൂടെ എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നിട്ട് ഇന്നതാണ് കാര്യം, ഇത്ര മണിക്ക് വൈദ്യുതി വരൂ എന്നുള്ള ഒരു പ്രതികരണമെങ്കിലും ഉണ്ടായാൽ അത് കൃത്യമായി തന്നെ ഒരു മുന്നറിയിപ്പായി കരുതി അവർക്ക് അതിനൊരു മുൻകരുതലുകൾ എടുക്കാമെന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ എപ്പോൾ ഈ വൈദ്യുതി വരും എന്നുള്ള ഒരു പ്രതികരണം നൽകാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കനത്ത വേനൽ ചൂടാണ്. ഈ വൈദ്യുതി പ്രതിസന്ധി വല്ലാണ്ട് രൂക്ഷമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. വൈദ്യുതി തടസ്സം, അതായത് പവർ കട്ട് അല്ല എന്നുള്ളതാണ്, ലോഡ് ഷെഡിംഗ് അല്ല എന്നാണ് പറയുന്നത്. ഈ ലോഡ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ഈ KSEBയുടെ ഓഫീസിലൊക്കെ തന്നെ എത്തി വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രതിഷേധമൊക്കെ തന്നെ ഉയരുന്നൊരു സാഹചര്യം വരും ദിവസങ്ങളിലും അതും ഉണ്ടാകും. പക്ഷേ അതുണ്ടാവാതിരിക്കുവാനുള്ളൊരു ഇടപെടൽ KSEBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ യൂണിറ്റിന് 10 രൂപ നിരക്കിൽ ഈ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ചില ആശങ്കയൊക്കെ തന്നെ KSEB പങ്കുവെക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോയി, ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഉടൻ തന്നെ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ KSEB ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.